വെറൈറ്റി പലഹാരം ഇഷ്ടപ്പെടുന്നവർക്ക് ഉണ്ടാക്കാൻ പറ്റിയ ഒരു അടിപൊളി സ്നാക്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് നേന്ത്രപ്പഴം വെച്ചിട്ടുള്ള നല്ല കിടുക്കാച്ചി ഒരു സ്നാക്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്ന കൂട്ടുകാരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, അതുപോലെ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം കേട്ടോ. പിന്നെ നിങ്ങളുടെ വിലയേറിയ ഫീഡ്ബാക്കൊക്കെ അറിയിക്കണേ. ഇതിനു വേണ്ടിയിട്ട് എടുത്തിരിക്കുന്ന 3 നേന്ത്രപ്പഴമാണ്. നല്ല പഴുത്ത പഴം വേണം എടുക്കാനേ. ഞാനിത് വട്ടത്തെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് വഴട്ടിയെടുക്കണം. അതിന് വേണ്ടിയിട്ട് പാന് ചൂടാവുമ്പോഴത്തേക്ക് നെയ്യ് ഒഴിച്ച് കൊടുക്കുന്നത്. ആ നെയ്ക്കകത്ത് കിടന്ന് വേണം നമ്മുടെ പഴം വാടിക്കിട്ടാൻ. വായിലിട്ട അലിഞ്ഞു പോകുന്ന ഒരു പലഹാരമാണ് ഇത് കേട്ടോ. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. എടുക്കുമ്പോൾ നല്ല പഴുത്ത പഴം വേണം എടുക്കാൻ. ഇല്ലെങ്കിൽ നമുക്ക് അതിൻ്റെ കൂടെ കുറച്ച് പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുത്താൽ മതിയേ. ഞാനിവിടെ മധുരക്കുറവായതുകൊണ്ട് കുറച്ച് പഞ്ചസാരയും കൂടെ ചേർക്കുന്നുണ്ട്. എന്നിട്ട് ചെറിയ തീയിലിട്ട് സാധാരണ നമ്മൾ ഏത്തപ്പഴമൊക്കെ വാട്ടിയെടുക്കൂലേ, അതുപോലെ തന്നെ വാട്ടിയെടുക്കാം. ഇപ്പം ഞാൻ കുറച്ച് പഞ്ചസാര ഇട്ട് ഇളക്കി കൊടുക്കുന്നുണ്ട്. ഇനി ഒന്ന് ജസ്റ്റ് അടച്ച് വെച്ചാൽ മതി, നല്ല ഒന്ന് വഴണ്ട് കിട്ടുവേ. ഇല്ലെങ്കിൽ നമ്മളിങ്ങനെ സിം ഓടിയിട്ട് ഇളക്കി കൊടുത്തേച്ചാൽ മതി. ഇനി 2-3 ഏലക്ക പൊടിച്ചെടുത്തിട്ടുണ്ട് ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട്, അതും ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കാം. നല്ല മിക്സ് ചെയ്ത് വാടിയതിന് ശേഷം നമ്മൾ ഒരു അരമുറി തേങ്ങ അത് ചിരണ്ടി എടുത്തിട്ടുണ്ട്, അതും ചേർത്ത് നല്ല ഒന്ന് ഇളക്കി കൊടുക്കണം. വളരെ എളുപ്പമായി ഇതുണ്ടാക്കാം കേട്ടോ. ഒരുപാട് സാധനങ്ങളൊന്നും വേണ്ട. നമുക്ക് നല്ല നാവിലിട്ട അലിഞ്ഞു പോകുന്ന ഒരു സ്നാക്കായത്. നേന്ത്രപ്പഴമൊക്കെ ഉള്ളവർ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇപ്പോഴില്ലേ നമ്മുടെ പഴമൊക്കെ നന്നായിട്ട് വഴണ്ട് കിട്ടിയിട്ടുണ്ട്. ഈ പാകമാകുമ്പോഴത്തേക്ക് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. അതിനുശേഷം ഇതിന് വേണ്ടിയിട്ടുള്ള ഒരു ബാറ്റർ ഉണ്ടാക്കിയെടുക്കണം. ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം. അത് കഴിഞ്ഞ് ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കുന്നുണ്ട്. ഇനിയില്ലേ, നിങ്ങളുടെ കയ്യിൽ നേന്ത്രപ്പഴം ഇല്ലേലും കുഴപ്പമില്ല, പൂവമ്പഴം ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താൽ മതിയേ. ഇനി ബാറ്റർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ 250 ഗ്രാം മൈദയാണ് എടുത്തിരിക്കുന്ന മെഷറിംഗ് കപ്പിൽ. അതിലേക്ക് ഒരു കോഴിമുട്ടയും കൂടി ഉടച്ചത് ചേർക്കുന്നുണ്ട്. ഇനി ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ആദ്യം ഇതൊന്ന് മിക്സ് ചെയ്യണം. ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം വേണം നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ഇതിൻ്റെ ബാറ്റർ ഉണ്ടാക്കാൻ. ഈ ബാറ്റർ നല്ല ലൂസായിരിക്കണം കേട്ടോ. ഉപ്പൊക്കെ ആവശ്യത്തിന് മാത്രമേ ഇടാവുള്ളൂ. നോക്കിയതിന് ശേഷം മതി. നമുക്ക് ഈ സ്നാക്കിന് ഒരുപാട് ഉപ്പൊന്നും ആവരുത്. ഇനി ഇത് നല്ലോണം ഒരു ബീറ്റർ വെച്ച് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഞാൻ വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ആദ്യം ഒരു തിക്ക് ബാറ്റർ ആയിരിക്കും, അത് കഴിഞ്ഞ് നല്ല ലൂസാക്കിയിട്ട് വേണം ഇത് ഉണ്ടാക്കിയെടുക്കാനേ. ഈ സ്നാക്കിന് വേണ്ടിയിട്ട് ദോശ ഉണ്ടാക്കുമ്പോഴത്തേക്കുണ്ടല്ലോ ഒട്ടും കട്ടി പാടില്ല. കട്ടിയില്ലാതിരുന്നാൽ മാത്രമേ ഉള്ളൂ നമ്മുടെ നാവിലിട്ട് അലിഞ്ഞു പോകുന്ന പോലെയുള്ള ഈ സ്നാക്ക് ഉണ്ടാക്കി എടുക്കാൻ പറ്റുള്ളൂ. എന്നാൽ ഇത് നല്ല ഹെൽത്തിയാണ് കേട്ടോ. കാരണം ഇതിൽ വേണ്ടാത്ത ഒരു ചേരുവകളും ഇല്ല. നമ്മുടെ വീട്ടിലുള്ള കുറച്ച് ചേരുവകളേ ഉള്ളൂ. ഇനി മൈദ വേണ്ടാത്തവർക്ക് ഗോതമ്പ് പൊടിയിൽ ഇതുണ്ടാക്കിയെടുക്കാം. പക്ഷേ ഒട്ടും പൊട്ടിപ്പോകാതെ ശ്രദ്ധിച്ചാൽ മതിയേ. കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ നല്ലൊരു രുചിയുള്ളൊരു പലഹാരമാണ് ഇത്. അവർക്കാണ് ഏത്തപ്പഴം കഴിക്കാത്തവരൊക്കെ വളരെ ടേസ്റ്റോടുകൂടി ഇത് കഴിക്കും. കാരണം ഏത്തപ്പഴമാണെന്ന് അറിയത്തേ ഇല്ല കേട്ടോ ഇതിൻ്റെ അകത്തെ ഫില്ലിങ്സ്. ഇനി നമുക്ക് ദോശ ഉണ്ടാക്കിയെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാൻ വെച്ച് ചൂടായിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഓരോ ദോശയായിട്ട് ഉണ്ടാക്കിയെടുക്കാം. ഇതൊരു 4 ദോശയ്ക്കുള്ള മാവേ എടുത്തിട്ടുള്ളേ. ഇത് 4 എണ്ണമേ ഞാൻ ഉണ്ടാക്കുന്നുള്ളൂ ഇപ്പം. ഇനി ഒരു നെയ്യ് തടവിയ പാനിലേക്ക് വേണം ഈ മാവ് ഒഴിച്ചു കൊടുക്കാൻ. എന്നിട്ട് നന്നായിട്ട് പരത്തിയെടുക്കണം. നമ്മുടെ മസാല ദോശയ്ക്കൊക്കെ പരത്തുന്ന പോലെ പരത്തിയെടുക്കണം. എത്ര വലുതായാലും കുഴപ്പമില്ല, ബാറ്റർ നമ്മൾ തിക്കനകത്ത് വെച്ച് കൊടുത്തേച്ചാൽ മതിയേ. ഇനി ഇത് നല്ലോണം നമുക്കൊന്ന് പരത്തി കൊടുക്കാവേ. പരത്തി കൊടുത്ത് തിരിച്ചും മറിച്ച് വിട്ട് മൂപ്പിച്ചെടുക്കണം. ഒരുപാട് മൂപ്പൊന്നും വേണ്ട, കുറച്ച് മതി. കാരണം ഇത് ഒട്ടിച്ചെടുക്കാനുള്ളതാണ്. ഒത്തിരി മൂത്ത് പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഒട്ടിച്ചെടുക്കാൻ പറ്റത്തില്ല. ഇത് പപ്സ് ഇരിക്കുന്ന പോലാണ് ഇരിക്കുന്നത്. അത്രയ്ക്ക് ടേസ്റ്റ് ആയിട്ടുള്ള ഇത് ഏകദേശം പപ്സിൻ്റെ രുചി പോലെ തന്നെ വരും. ഇനി ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പം തന്നെ ഞാനിതെടുത്ത് മാറ്റുന്നുമുണ്ട് കേട്ടോ. ഒത്തിരി നേരം വെക്കേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞില്ലേ. ഇനി ഇങ്ങനെ ഓരോ ബാറ്ററും നമുക്ക് ഒഴിച്ച് ദോശ ഉണ്ടാക്കിയെടുക്കാം. ഇത് കണ്ടില്ലേ, നമ്മുടെ ദോശ ഇപ്പം നല്ല സോഫ്റ്റായിട്ട് തിന്നായിട്ട് കിട്ടിയിട്ടുണ്ട്. ഞാൻ ഒട്ടും കട്ടിയില്ലാതെ പ്ലെയിൻ ആയിട്ടാണ് പരത്തി ഉണ്ടാക്കിയിരിക്കുന്നത്. ഇങ്ങനെ ഉണ്ടാക്കിയ ദോശയ്ക്കകത്തേക്ക് നമുക്ക് ആ കൂട്ട് വെച്ച് കൊടുക്കാം. നിറച്ച് വെച്ച് കൊടുക്കണം കേട്ടോ. എന്നാലാണ് കഴിക്കുമ്പോഴത്തേക്ക് നല്ല രുചി കിട്ടും. അത് തന്നെ കടിക്കുമ്പോഴത്തേക്കേ അതാ നമ്മുടെ തേങ്ങയുടെ രുചിയും അതുപോലെ ഏത്തപ്പഴത്തിൻ്റെ എല്ലാം കൂടെ കഴിക്കുമ്പോൾ നല്ലൊരു പറയാൻ പറ്റാത്തൊരു ടേസ്റ്റാണ്. ഇനി ഇതൊന്ന് മടക്കി കൊടുക്കാം.
മടക്കി കൊടുത്ത് പപ്സിൻ്റെ ഷേപ്പിലാണ് ഇരിക്കുന്നത്. പപ്സ് മടക്കുന്ന പോലെയല്ല കേട്ടോ. ഇതിങ്ങനെ രണ്ട് സൈഡും ഫോൾഡ് ചെയ്തതിന് ശേഷം ഇപ്പുറ സൈഡും മടക്കി നമുക്കൊന്ന് മൈദപ്പൊടി കൊണ്ട് ഒട്ടിച്ചെടുക്കണം. നമ്മൾ ഈ കലക്കിയ ബാറ്റർ ഉണ്ട്, അതിൻ്റെ സൈഡ് വശത്ത് ശകലം തൂത്തിട്ട് ഒട്ടിച്ചെടുത്താലും മതി, അങ്ങനെ ഇരിക്കും. ഇല്ലെങ്കിൽ ഒട്ടും മൂക്കാത്ത ദോശയാണെങ്കിൽ ഉണ്ടല്ലോ ശരിക്കും നമുക്ക് ഇതുപോലെ മടക്കിയും എടുക്കാം. ഇനിയിപ്പോൾ ഇത് ഓരോന്നായിട്ട് ഉണ്ടാക്കി മാറ്റി വയ്ക്കാവേ. അതിനുശേഷം കുറച്ച് പരിപാടി കൂടിയേ ഉള്ളൂ, അപ്പോഴത്തേക്ക് നമ്മുടെ സ്നാക്ക് റെഡിയാവുമേ. ബാക്കിയിരിക്കുന്ന ദോശയും നമ്മൾ ഇതുപോലെ തന്നെ ഉണ്ടാക്കിയെടുക്കണം. ഇതെല്ലാം ഉണ്ടാക്കി വെച്ചതിന് ശേഷം വേണം നമുക്ക് മുട്ടയുടെ ബാറ്റർ ഇതിലേക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാനേ. അതിന് വേണ്ടിയിട്ട് ഞാനൊരു കോഴിമുട്ട ഉടച്ചെടുത്തിട്ടുണ്ട്. ഈ സമയത്ത് കോഴിമുട്ടയിൽ കുറച്ച് വാനില എസൻസും കൂടെ ചേർത്ത് ആ കോഴിമുട്ടയുടെ സ്മെല്ല് ഒട്ടും ഉണ്ടാവുകയല്ലേ. ഇത് ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്തെടുത്തതിന് ശേഷം അതിൻ്റെ മുകളിലേക്ക് ഇന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നതേ ഉള്ളൂ. അപ്പം നല്ലൊരു കളറും കിട്ടും, പുറം നല്ല മുരിഞ്ഞിരിക്കും, അകം നല്ല സ്വീറ്റും ആയിരിക്കും. നല്ല ടേസ്റ്റുള്ളൊരു സ്നാക്കാണ് കേട്ടോ. ഇതുപോലെ ഒരു പ്രാവശ്യമായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. വളരെ സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാമല്ലോ. ഇനി ഈ മുട്ടയുടെ ബാറ്റർ അതിലോട്ട് കുറച്ച് തേച്ച് കൊടുക്കാം. രണ്ട് സൈഡിലും വേണം കേട്ടോ. അതിനുശേഷം നമുക്ക് നെയ്ക്കകത്ത് തന്നെ വേണം ഇതൊന്ന് മുരിച്ചെടുക്കാനേ. വളരെ വേഗത്തിലും സിമ്പിളായിട്ടും ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഇതുപോലത്തെ ഒരുപാട് സ്നാക്കുകൾ ഞാൻ എൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കൂട്ടുകാരെല്ലാം അത് പോയി കണ്ടതിന് ശേഷം ഇതുപോലൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ അറിയിക്കണേ. ഇപ്പോൾ എല്ലാം ഞാൻ എഗ്ഗ് ചേർത്ത് എടുത്തിട്ടുണ്ട്. ഇനി ഇത് മാറ്റി വയ്ക്കാം. അതിനുശേഷം നമുക്കൊരു പാനിലേക്ക് നെയ്യ് തന്നെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്, കുറച്ചേ ഉള്ളൂ കേട്ടോ. അതിലേക്ക് പെറുക്കി വയ്ക്കാം. എന്നിട്ട് ചെറിയ തീയിലിട്ട് തിരിച്ച് മറിച്ച് വിട്ട് മൂപ്പിച്ചെടുക്കാം. നമ്മുടെ ശരീരത്തിന് ദൂഷ്യം ചെയ്യുന്ന എണ്ണപ്പലഹാരങ്ങളൊന്നും 4 മണിക്ക് ഉണ്ടാക്കാതെ അതൊക്കെ ഒഴിവാക്കി ഇതുപോലെ ഹെൽത്തി ആയിട്ടുള്ള സ്നാക്കുകളൊക്കെ ട്രൈ ചെയ്ത് നോക്കിയാണ്ടല്ലോ നമ്മുടെ ശരീരത്തിന് വലിയ ദൂഷ്യം ഉണ്ടാകത്തുമില്ല. അതുപോലെ ഓയിലൊന്നും ഒത്തിരി ഉള്ളിലേക്ക് പോകത്തുമില്ല. ഇനിയിപ്പോൾ രണ്ട് സൈഡും നല്ലോണം ബ്രൗൺ കളറാകുന്നവരെ മൂപ്പിക്കുക. ഇത് നമ്മൾ മുട്ട ചേർത്തിരിക്കുന്നത് കൊണ്ട് രണ്ട് സൈഡും നല്ല മുരിഞ്ഞ് കിട്ടും കേട്ടോ. ഇപ്പോൾ തിരിച്ചിടുമ്പോൾ തന്നെ കണ്ടില്ലേ കളറ് മാറി തുടങ്ങി. ഇനി ചെറിയ തീയിലിട്ട് തന്നെ നമുക്ക് തിരിച്ച് മറിച്ച് വിട്ട് ഒരു ബ്രൗൺ കളറാക്കി എടുക്കാവേ. ഒരുപാട് രുചിയുള്ള നമ്മുടെ സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഏത്തപ്പഴം കഴിക്കാത്ത ആൾക്കാരൊക്കെ ഇതുപോലത്തുള്ള സ്നാക്ക് കിട്ടിയാൽ തന്നെ കഴിച്ചു പോകും കേട്ടോ. നമ്മളിത് കടിക്കുമ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞില്ലേ വായിലിട്ട് അലിഞ്ഞിറങ്ങി പോകുന്ന ഒരു സ്നാക്കാണ് ഇത്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. കൂട്ടുകാർക്കൊക്കെ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. മസ്റ്റ് ട്രൈ ചെയ്ത് അത്രയ്ക്കും രുചിയുള്ളൊരു സ്നാക്കാണ് കേട്ടോ. പിന്നെ എല്ലാവരും ആദ്യം പറഞ്ഞതുപോലെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. പിന്നെ ആ കുഞ്ഞ് ബെൽ ബട്ടൺ ഉണ്ടല്ലോ അതൊന്ന് എനേബിൾ ആക്കിയാൽ ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുവേ. ഇപ്പം നമ്മുടെ സ്നാക്ക് എല്ലാം ഞാൻ പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതൊന്ന് മുറിച്ച് കാണിക്കാവേ. അത്രയ്ക്കും ക്രിസ്പി അതിൻ്റെ പുറം കേട്ടോ. ഇനി ഒരു കത്തിക്ക് തൊടുമ്പോഴേ നമുക്കിത് പീസാക്കി എടുക്കാൻ എളുപ്പമാണ്, അത്രയും സോഫ്റ്റുമാണ്. എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കണം. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കണം കേട്ടോ. ഇത് കണ്ടോ മുറിച്ചെടുക്കുമ്പോഴത്തേക്ക് വേഗത്തിൽ നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ പറ്റുന്നുണ്ട്. ഇനിയിപ്പം അതിനകത്ത് ഫില്ലിങ്സ് കൂടി ഞാനിന്ന് കാണിച്ചു തരാം. നിറയെ ഫില്ലിങ്സ് വെച്ചാൽ കണ്ടല്ലോ കാണാൻ തന്നെ നല്ലൊരു ഭംഗിയാണ്. അത് തൊടുമ്പോഴത്തേക്കുണ്ടല്ലോ ഇതിലും വെറൈറ്റി ആയിട്ടുള്ള മറ്റൊരു വീഡിയോയിൽ ഞാൻ ഇനി വരുന്നതായിരിക്കും. നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നത് വരെ ഓക്കെ, ബൈ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.